السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين هم نجوم الهدى وقبلة الأمم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ബഹുമാനമുള്ള ഫിഖ് മസ്അല ക്ലാസ് റൂം, അസ്സുആൽ വൽ ജവാബ് ക്ലാസ് റൂം, പുല്ലാര ഹിദായ കൂട്ടായ്മ, ഇസ്ലാമിക് സെന്റർ, ഖുർആൻ ഹദീസ് പഠനവേദി, ഈ ക്ലാസ് റൂമുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻസ്, അതിലെ പ്രമുഖരും പ്രധാനികളുമായ അഹ്ലുബൈത്ത്, പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ്സിനെ സശ്രദ്ധം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പഠിതാക്കളായ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദര സഹോദരിമാർ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സദുദ്യമങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ച് തരട്ടെ. ദീനി ദഅവത്ത് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹും സാലിഹത്തുമാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ നമുക്കെല്ലാം വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين. اللهم انظر إلينا نظرة بعين رضا والعفو عما مضى والتوفيق لما تحبه وترضى. ബഹുമാനികളെ, മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ഈ ക്ലാസ് 39ാമത്തെ ദിവസമാണ് നമുക്ക് ഇന്ന്. ഈ 39ാമത്തെ ദിവസം വരെയും അല്പസ്വല്പ കാര്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കി വിലയിരുത്തി അത് ജീവിതത്തിൽ പകർത്താനും പ്രായോഗികമാക്കാനും അധിക പേരും പ്രതിജ്ഞയെടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ചിട്ടയോടുകൂടെയുള്ള ആത്മാർത്ഥതയോടുകൂടെയുള്ള ഇഖ്ലാസ് നിറഞ്ഞിട്ടുള്ള ഒരു ജീവിത രീതി, ഒരു ജീവിത വഴി നമ്മിൽ ഉറപ്പിച്ചു തരുമാറാവട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ ആലമുൽ കൗനിൽ ഒരുപാട് ജീവജാലങ്ങൾ അല്ലാഹുവിന്റെ ലോകത്ത് ഉണ്ട്. മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ പക്ഷികൾ, പറവകൾ, മത്സ്യങ്ങൾ എന്ന് വെക്കേണ്ട എണ്ണിയാൽ തീരാത്ത, നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ചെറുതും വലുതും, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കഴിയാത്തതും, ആറ്റം പോലെയുള്ള വസ്തുക്കൾ വരെയുണ്ട്. ജുസുല്ലദിലായ തജസ്സ എന്നതിന് നമ്മുടെ മന്ദിഖിന്റെ അല്ലെങ്കിൽ മൈബദിയുടെ ഒക്കെ ശൈലിയിൽ അതിനെ വിശദീകരിക്കും. ആറ്റം നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ വിഭജിക്കാൻ കഴിയാത്ത അത്രക്കും ചെറിയതായ സാധനങ്ങൾ വരെയും ജീവൻ കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകത്തുണ്ട്. വൃക്ഷങ്ങളുണ്ട്, പുഷ്പങ്ങളുണ്ട്, അതും പല 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 ഇനങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അത് തന്നെ ഒന്നിൽ നിന്ന് പലതായി വിഭജിച്ചുകൊണ്ട് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയുടെ ആ ഏകത്വത്തെ നമുക്ക് വിളിച്ചറിയിക്കുന്ന ഒന്നുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ മന്ത്രം നമ്മുടെ മനസ്സിലേക്ക് കയറ്റിവെക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഈ പരന്നു കിടക്കുന്നത് എന്നതിൽ നമുക്ക് ആർക്കും സംശയിക്കേണ്ടി വരുന്നില്ല.
അവിടെ തന്നെ മനുഷ്യൻ ലഈഫാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്കിൽ പറഞ്ഞു വരുന്നത്, ഈ ലോകത്ത് കാണുന്ന സകല ജീവജാലങ്ങളും, എല്ലാ ജീവജാലങ്ങളും ഒന്നെടുത്ത് ഒന്നെടുക്കേണ്ട എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും മുഴുവനും, അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് പകലും രാത്രിയും തന്നുകൊണ്ടിരിക്കുന്ന സൂര്യന്, ആ സൂര്യന്റെ ഉദയവും അസ്തമയവും നമുക്ക് പകലും രാത്രിയുമൊക്കെ സംവിധാനിച്ച് നമുക്ക് അനുഗ്രഹമായി തരികയാണ്. ആ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ പലതും മുഴുവനും ഈ പറയപ്പെട്ട ലോകത്തുള്ള സകല ജീവജാലങ്ങളും അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരാളെക്കുറിച്ച്, ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് അറിവ് ഉണ്ടാകുമ്പോൾ, നാം മനസ്സിലാക്കിയെടുക്കുമ്പോൾ, നാം അറിയാതെ ആ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തെ നാം പുകഴ്ത്തി പറയും. അത് മനുഷ്യ സ്വഭാവമാണ്, നമുക്കെല്ലാവർക്കും അത് അറിയാനും കഴിയും. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് പടക്കപ്പെട്ടിട്ടുള്ള സകല വസ്തുക്കളും, ചെറുതും വലുതും എല്ലാ വസ്തുക്കളും എല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം അസ്സാദിഖുൽ മസ്തൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലൂടെ, ഖുർആനിന്റെ അവസാനത്തെ 5 ജുസുകൾ എടുത്തു നോക്കിയാൽ അതിൽ കാണാവുന്ന ഒരുപാട് സൂക്തങ്ങളുടെ തലക്കെട്ട്, അതിന്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശയം നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരു ആദർശം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഒരു ലക്ഷ്യം നമ്മളെ മുമ്പിൽ വെക്കുകയാണ്, ഒരു എതിർപ്പിന്റെ സ്വരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ആദർശബോധം നമ്മിലേക്ക് ഇട്ടുതരുന്ന ആയത്തുകളാണ് അവിടെ എല്ലായിടങ്ങളിലും ഉള്ളത്. അള്ളാഹുവിന്റെ ആസ്തിക്യത്തെയും മറ്റും അള്ളാഹു അവിടെ അത് ഊട്ടിയുറപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളുടെ ഒക്കെയും ഫ്രണ്ടിൽ കാണുന്ന ചില ആയത്തുകളുണ്ട്. എന്താണത്? നമുക്കറിയാം, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ധരിപ്പിക്കുന്ന ആശയം അതാണ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സബ്ബഹ ലില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയിലുള്ള സകല ചരാചരങ്ങളും സകല വസ്തുക്കളും. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല യോഗ്യനാണ്, അവൻ തന്ത്രജ്ഞാനിയാണ് എന്ന സത്യം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന സത്യബോധം എന്താണ്? അള്ളാഹുവിനെ സകല ചരാചരങ്ങളും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യമാണ്. അങ്ങനെയാണല്ലോ അത്. തഫ്സീറുകളിലൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ ലോകത്തുള്ള സകല വസ്തുക്കളുടെയും തസ്ബീഹ് എങ്ങനെയെന്ന് അവരിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പക്ഷികളാണെങ്കിലും പറവകളാണെങ്കിലും ചെടികളാണെങ്കിലും പർവ്വതങ്ങളാണെങ്കിലും സമുദ്രമാണെങ്കിലും മുഴുവനും എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് അവിടെയുള്ളത്. അള്ളാഹു ഒരു അവകാശവാദം ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഒരു അവകാശവാദം. പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ഹാമീൻ തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം. അള്ളാഹ് പറയുന്നുണ്ട്, ഈ സത്യബോധം നിങ്ങളിലേക്ക് ഇട്ടുതരുന്ന ഈ വാക്യങ്ങൾ, ഈ കലാം അള്ളാഹുവിന്റെ കലാമാണ് എന്ന ആ ആശയം നമ്മിലേക്ക് ഇട്ടുതരികയാണ്. ആ അവകാശവാദം, അതായത് പരിശുദ്ധ ഖുർആൻ ഈ കലാം അള്ളാഹുവിന്റെ കലാമാണ് എന്ന അവകാശവാദത്തെ നമ്മുടെ മുമ്പിൽ അള്ളാഹു കാണിച്ചു തരുന്നതിന്റെ ശൈലി ഇങ്ങനെയാണ്. ഹാമീം തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം. അവിടെയും അസീസ് വ ഹകീം രണ്ടാണ് അവിടെയും എടുത്തു പറഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പോൾ ഓതിത്തുന്ന ആയത്തിന്റെ തുടക്കം എന്താണ്? ലോകത്തുള്ള സകല ചരാചരങ്ങളും, സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ,
അതുപോലെ തന്നെ ആകാശത്തൂടെ അതേ ഭൂമിയിൽ നിന്നും വിട്ട് അകന്ന് എത്രയോ വഴി ദൂരം മുകളിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പറവകൾ, അതുപോലെ കാടുകളിലൂടെ മേഞ്ഞു നടന്നിരിക്കുന്ന മൃഗങ്ങള്, ഇവയെല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, പ്രസവിച്ചു വീണ ചെറിയ പിഞ്ചു പൈതങ്ങൾ, അവറ്റങ്ങള് അവരുടെ ആദ്യഘട്ടങ്ങളിലൊക്കെയും അവർക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു തആല വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ചില കിതാബുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്, ആ കുട്ടികളുടെ ആ കരച്ചില് അതിനെ നാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട, ആ കരച്ചില് നല്ലതാണ്, അതൊരു തസ്ബീഹിന്റെ സ്ഥാനത്താണ് എന്ന് എഴുതി വെക്കപ്പെട്ട തഫാസിറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ സൂര്യൻ എന്ന് പറയുന്ന നമുക്കറിയാം, നമുക്ക് പകൽ വെളിച്ചം തരുന്നു, അത് അസ്തമിക്കുമ്പോൾ രാത്രി ഉണ്ടാകുന്നു. തഫ്സീറുകളിൽ റാസിയിലൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ആ സൂര്യൻ ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് താഴ്ന്നു വരുന്നത് അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുകയാണ് എന്നല്ലാതെ ആ ഒരു ആകാശഗോളത്തെ അല്ലെങ്കിൽ ആ ഒരു സൂര്യനെ അള്ളാഹു ഇവിടെ പടച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി, നമുക്കൊരു പ്രകാശം തരാൻ വേണ്ടി മാത്രമല്ല. അത് ബുദ്ധിശൂന്യമാണ്. അതിന്റെ അപ്പുറത്ത് അസീസായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽ എന്തെല്ലാം അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെയും അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുക എന്ന് തന്നെയാണ്. അങ്ങനെ ലോകത്ത് കാണപ്പെടുന്ന സകല ചരാചരങ്ങളും, അതുപോലെ വൃക്ഷങ്ങളുടെ ഇലകൾ, ഏതൊരു വസ്തുവിനെ നമ്മുടെ മുമ്പിൽ ദർശിക്കപ്പെട്ടാലും അതിനൊക്കെയും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് അവിടെ തസ്ബീഹ് നിലകൊള്ളുന്നു എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ സ്ഥാനം നാം മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വളരെ സുന്ദരമായ ഒരു ദിക്ർ, ഒരു തസ്ബീഹിന്റെ ഒരു ധ്വനിയാണ് ആ വാക്യങ്ങളിലൂടെ നാം എടുത്ത് പറയുന്നത്. പക്ഷേ ഈ ആശയങ്ങളൊക്കെയും സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒടുക്കി വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ കാഴ്ച നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ തിരിച്ചുകൊണ്ടായിരിക്കണം നാം ആ ദിക്ർ ഉരുവിടേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ സുബ്ഹാനല്ലാഹയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരണങ്ങൾ തരുന്നുണ്ട്. അതിന്റെ വിശദീകരണ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നാം നമ്മുടെ ചിന്തയെ വികസിപ്പിക്കേണ്ടത്, ലോകത്തുള്ള സകല ചരാചരങ്ങളും വസ്തുക്കളും മുഴുവനും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന സത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാഠം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, സൂറത്തുൽ ജുമുഅ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളോട് ഓതൽ നമുക്ക് സുന്നത്താണ്. ഇശാ നിസ്കാരത്തില്, സുബഹി നിസ്കാരത്തില്, ജുമുഅയുടെ നിസ്കാരത്തിലുമൊക്കെ അതിന്റെ തുടക്കം എങ്ങനെയാണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലിക്കുൽ ഖുദ്ദൂസുൽ അസീസുൽ ഹകീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആലോചിച്ചു നോക്കണം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശ ഭൂമിയിലുള്ള സകലതും അള്ളാഹുവിനക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ചെയ്ത നിഅമത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോന്നിനോട് യോജിച്ച രീതിയിൽ, അതിന്റെ കൈഫിയത്തനുസരിച്ച്, അതിന്റെ രൂപഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വസ്തുക്കളും അത് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെയല്ലേ? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇവിടങ്ങളിലൊക്കെയും അള്ളാഹു സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നമുക്കറിയാം, ജാർ മജ്റൂർ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേകമായ ശൈലി നഹ്വിന്റെ ഭാഷയിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ഹസുർ ഫായിദ ഒപ്പിക്കുന്നുണ്ട് എന്ന് മആനിയും നഹ്വും ഒക്കെ നമുക്ക് പാഠം നൽകുന്നുണ്ട്. അവിടേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു പറഞ്ഞ ശൈലി യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അങ്ങനെയാണ്. അപ്പോൾ ലോകത്ത് കാണപ്പെടുന്ന സകല ചരാചരങ്ങളും വസ്തുക്കളും മുഴുവനും അള്ളാഹുവിന്റെ തസ്ബീഹിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ അവരുടെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആ തസ്ബീഹ്, നാം ചൊല്ലുന്ന തസ്ബീഹിന്റെ
അതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്കറിയാം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഈ തസ്ബീഹുമായിട്ട് നമുക്ക് നമ്മുടെ ദിനങ്ങളെ നമുക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഈ തസ്ബീഹിനെ മറക്കാതെ നമുക്ക് കഴിയുന്ന സമയങ്ങൾ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. പക്ഷെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, അബൂദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേകമായ നിസ്കാരം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ പറ്റുമോ പറ്റുകയില്ലോ, ഉണ്ടോ ഇല്ലയോ, ലക്ഷ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളുണ്ടെങ്കിലും അത് സുന്നത്താണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. ആ തസ്ബീഹ നിസ്കാരത്തിന്റെ ശൈലി നമുക്കെല്ലാവർക്കും അറിയാം. ആ തസ്ബീഹ നിസ്കാരം അത് മുസ്ലിമിന്റെ ഒരു ദിവസത്തിൽ നമുക്ക് പറയേണ്ടത് തന്നെയാണ്. കാരണം ഒന്നുകിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യൽ നമുക്ക് കടമയായ ഒരു നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം. അതില്ലെങ്കിൽ വർഷത്തിലൊരിക്കലായിരിക്കണം, അതല്ലെങ്കിൽ മാസത്തിലൊരിക്കലായിരിക്കണം, അതല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലായിരിക്കണം. അല്ല, ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായ ഒരു മഹത്തായ ഇബാദത്ത് തന്നെയാണ്. സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക. അങ്ങനെയാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുക എന്ന സത്യം നമുക്കെപ്പോഴും അറിയാം. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യൽ നമുക്ക് സുന്നത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചെല്ലുന്നത് മറ്റു നിസ്കാരങ്ങളെ പോലെയല്ല. അതിന്റെ പ്രത്യേകത തന്നെ അതിൽ ചെല്ലുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിന്റെ സുന്നത്ത് എങ്ങനെയാണെന്ന് ഫിഖ്ഹ് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. 4 റക്അത്താണ്. അത് 2 നിസ്കരിക്കേണ്ടത്. ആ 2 റക്അത്തിൽ സലാം വീട്ടിലാണ് അതിന്റെ പരിപൂർണമായ രീതി. അതല്ലാതെ പകലില് 4 കൂട്ടിയിട്ടും രാത്രിയാവുമ്പോൾ 2 കെട്ടയച്ചിട്ടും എന്ന ശൈലിയല്ല. എപ്പോഴും 2 തന്നെയാണ്. പക്ഷെ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം രാത്രിയാണ് എന്നതുകൊണ്ട് അത് രാത്രിയാണ് അധിക പേരും അത് എടുക്കാറുള്ളത്. അപ്പോൾ ഒരു മുഅ്മിനിന്റെ ഒരു ഈമാനികമായ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു മഹത്തായ ഒരു ഇബാദത്താണ് ഏത് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത്. അതിൽ ചെല്ലുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതേക്കുറിച്ച് പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ശൈലി എങ്ങനെയാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, കിതാബുകളിലൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ സ്ഥലം പിടിച്ചു. അവിടങ്ങളിലെല്ലാം ഫുഖഹാ അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളും ഒക്കെയും രേഖപ്പെടുത്തി വെച്ച ഇബാറത്ത് തന്നെ ഇങ്ങനെയാണ്: വതുസ്തഹബു സ്വലാത്തു തസ്ബീഹി വലൗ ഫിൽ ഉംരി മറ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്. വഹിയ 4 റക്അഅത്ത്. അത് 4 റക്അത്താണ്. എന്നിട്ട് നമുക്കറിയാം, ഹദീസ് ഷരീഫിൽ വന്ന വിഷയം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവരോട് റസൂലുള്ളാഹി പറഞ്ഞു: യാ അമ്മാ, എളാപ്പയാണ്, അതായത് ഉപ്പാന്റെ സഹോദരനാണ്. നമുക്കറിയാം 11ഓളം വരുന്ന സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ 9 പേരും ഇസ്ലാമിന്റെ പുറത്തായിരുന്നു. ബാക്കിയുള്ളവരല്ലേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. അതായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. യാ അമ്മ അലാ ഉഅതീക, ആർക്കാണ് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നല്ലോണം ഒന്ന് ചിന്തിക്കാനുണ്ട്. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉപ്പാന്റെ സഹോദരനോടാണ് പറയുന്നത്. യാ അമ്മ അലാ ഉഅതീക, എന്റെ അളാപ്പ, എന്റെ ഉപ്പാന്റെ സഹോദര, ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ? അലാ അംനഹുക അലാ അഹ്ബുക, നിങ്ങൾക്ക് ഞാനൊരു സ്നേഹനിധി തരട്ടെയോ? നിങ്ങൾക്ക് ഞാനൊരു നല്ല സമ്മാനം തരട്ടെയോ? അലാ അഫ്അലു ബിക അഷ്റഖിൽ ഇഹ്സാൻ ഇദാ അൻത ഫഅൽത ദാലിക്. ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രഖ്യാപനം പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അഫല്ലാഹു അൻക ദംബക അവ്വലഹു വ ആഖിറ, നിങ്ങളെ തൊട്ട് നിങ്ങളുടെ ആദ്യവും അവസാനവുമായിട്ടുള്ള പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ ചിലപ്പോൾ ചിലർ ചിന്തിച്ചേക്കാം, ഈ ഒരു നിസ്കാരം മാത്രം മതി, മറ്റൊന്നും വേണ്ട. അങ്ങനെയല്ല, മറ്റ് അമലുകളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് വരുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഈ ഇബാദത്തും കൂടി എടുത്തിട്ട് ധന്യമാവണമെന്ന ബോധം വരികയുള്ളൂ. എന്നല്ലാതെ ഇതങ്ങ് ചെയ്തു ബാക്കിയുള്ള കണ്ട് ഒഴിവാക്കിയാൽ എന്നാ പിന്നെ എനിക്ക് സ്വർഗത്തിലേക്ക് പോവാ, ഇത് മതിയല്ലോ എന്ന ചിന്തയല്ല അവിടെ വരിക. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നല്ല അമലുകൾ ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തി അദ്ദേഹം ഫർളുകളും മറ്റുള്ള കൽപ്പനകളും എല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോഴേ ഇതിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ഫർള് നിസ്കരിക്കാത്ത ആൾക്ക് തസ്ബീഹ് വരുമോ? ഇല്ല. പക്ഷെ അത് തിരിച്ചുകൊണ്ട് ഒരു മറുചോദ്യമായിട്ട് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും വേണ്ട. വഖദീമഹു വഹദീസ, പഴയതും പുതിയതുമായ, വഖതഹു വഅംദ,
അതായത് കരുതി കൂട്ടിയിട്ട് സംഭവിച്ച പാപങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറ്റുകളുണ്ട്. സഗീറഹു വ കബീറ, വലുതും ചെറുതുമായ പാപങ്ങളുണ്ട്. സിർറഹു വ അലാനിയ, സിർറഹു വ അലാനിയ, അതായത് അതിലുള്ള രഹസ്യവും പരസ്യവും. അപ്പൊ സിർറഹു വ അലാനിയ അവിടെ 2, കബീറഹു സഗീറഹു 2 4, അംദഹു വ ഖതഹു 6, ഹദീസഹു വ ഖദീമഹു 8, അവ്വലഹു വ ആഖിറഹു 10. ഇങ്ങനെ 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ഇബാദത്താണ് തസ്ബീഹ നിസ്കാരമെന്ന് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത ശൈലിയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ്. അവ്വലഹു വ ആഖിറ, ആദ്യത്തെയും അവസാനത്വവുമായി. അപ്പൊ ഇത് നിത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ലവനായിട്ട് നല്ല രീതിയിൽ അള്ളാഹുവിന്റെ അംറു ബിൽ മഅറൂഫ് അംഗീകരിച്ചുകൊണ്ട് നഹി അനിൽ മുൻകറൊക്കെ ഉള്ളത് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ശക്തിയും ബലവും ആർജവും ആത്മധൈര്യവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഇബാദത്താണ് എന്ന് നമുക്ക് പാഠം നൽകുകയാണ്. അതുപോലെ തന്നെ ഖദീമവും ഹദീസവും, പഴയതും പുതിയതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അതുപോലെ ഖതഹു അംദഹു, അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതും ഒക്കെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സഗീറഹു കബീറോ, ചെറുതാവാം വലുതാവും, അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. സിർറഹു അലാനിയ, അതായത് രഹസ്യമായതും പരസ്യമായതും. ഇങ്ങനെ 10 കാര്യങ്ങൾ. എന്താണ് അത് ചെയ്യേണ്ടത്? അൻ തുസല്ലി 4 റകഅത്ത്, നീ 4 റകഅത്ത് നിസ്കരിക്കലാണ്. തഖറഉ ഫീ കുല്ലി റകഅത്തിൻ, ഓരോ റകഅത്തിലും നീ ഓതനാണ് ഫാത്തിഹൽ കിതാബി വസ്സൂറ, ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഹംദ്, അതായത് ഫാത്തിഹ സൂറ ഓതുക, പിന്നീട് സൂറത്തും. ആ സൂറ 1-ാമത്തെ റകഅത്തിൽ അൽഹാകുമുത് തകാസുർ, 2-ാമത്തെ റകഅത്തിൽ വൽ അസ്ർ എന്ന സൂറത്ത്, 3-ാമത്തെ റകഅത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 4-ാമത്തെ റകഅത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെയാണ്. ഇനി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് 1-ാമത്തെ റകഅത്തിൽ, 2-ാമത്തിൽ അൽഹാകുമുത് തകാസുർ, അങ്ങനെയും ഓതാം. അതാണ് അതിന്റെ ശരി. അപ്പൊ ഫൈദാ ഫറഗത മിനൽ ഖിറാഅ, ഓത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വ അൻത ഖായിമുൻ, നീ നിൽക്കുന്നവനാണ്. അപ്പോൾ ഖിറാഅത്ത് കഴിഞ്ഞു, നമ്മൾ ഖായിമാണ്, നിൽക്കുന്ന ആളാണ്. ഖായിമാണ്, നിൽക്കുന്നു, അതായത് നിസ്കാരത്തിൽ തന്നെയാണ്. എന്നിട്ട് ഖുൽത, നീ പറഞ്ഞു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് ലോകത്തുള്ള സകല ചരാചരങ്ങളെയും അള്ളാഹു പടച്ചത് എന്ന സത്യം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു റബ്ബ്. അവിടെ അള്ളാഹു ആ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ പരിശുദ്ധമായ ആയത്ത്. ആ ആയത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലലാണ്. ആ തസ്ബീഹിനെ മനസ്സിലാക്കുന്ന, ആ തസ്ബീഹിനെ കൊണ്ടുവരുന്ന ഒരു നിസ്കാരമാണിത്. ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മറ, 15 പ്രാവശ്യം. സുമ്മ തർക, പിന്നെ നീ റുകൂ ചെയ്യുന്നു. ഫതഖൂലഹ, ആ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പറയുന്നു 10 പ്രാവശ്യം. സുമ്മ തർഫഉ റഅസക, പിന്നെ നീ ഇഅ്തിദാലിലേക്ക് വരുന്നു. ഫതഖൂലു 10, അപ്പോൾ നീ 10 പറയുന്നു. സുമ്മ തഹ്വി സാജിദ, പിന്നെ നീ സുജൂദിലേക്ക് പോകുന്നു. ഫതഖൂലു 10, അവിടെയും 10 പ്രാവശ്യം പറയുന്നു. സുമ്മ തർഫഉ റഅസക മിനസ് സുജൂദ്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് നീ അവിടെ ഇരിക്കുന്നു. ഫതഖൂലു 10, അപ്പോൾ നീ 10 പ്രാവശ്യം പറയുന്നു. സുമ്മ തസ്ജുദ, പിന്നെ നീ സുജൂദ് ചെയ്യുന്നു. ഫതഖൂലു 10, സുമ്മ തർഫഉ റഅസക മിനസ് സുജൂദ് ഫതഖൂലു 10, പിന്നെ നീ അവിടെ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം നീ വീണ്ടും പറയുന്നു. നോക്കൂ, 2 സുജൂദ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും 10 പ്രാവശ്യം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലാതെ എഴുന്നേറ്റ് നിൽക്കുക. ഈ തസ്ബീഹ് നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്ത് ഇല്ല. ജമാഅത്ത് സുന്നത്തില്ല, അത് സ്വന്തം നിസ്കരിക്കേണ്ടതാണ്. അപ്പൊ ഫദാലിക 75 ഫീ കുല്ലി റക്അ. ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു റക്അത്തിൽ ഇപ്പൊ 75 തസ്ബീഹ് വന്നു. അങ്ങനെ 4 റക്അത്തിലും കൂടി ആവുമ്പോൾ 75, 75, 150, 150, 300 തഫ്അലു ദാലിക ഫീ 4 റക്അത്ത്. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണം 4 റക്അത്തിൽ. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കൂ. അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ ആഴ്ചയില് വെള്ളിയാഴ്ചയെങ്കിലും 1 പ്രാവശ്യം ചെയ്യൂ. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വർഷത്തിലെങ്കിലും 1 പ്രാവശ്യം. ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ
അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്നതിന്റെ ഇടയ്ക്കെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? ആരോട് പറഞ്ഞു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവോട്. ഇതാണ് ഇതിന്റെ ലക്ഷ്യം, ഇതാണ് ഇതിലുള്ള ഹദീസ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊണ്ടുവരുന്നത് തസ്ബീഹാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിലോതുന്ന സൂറത്ത് നമ്മൾ പറഞ്ഞു അൽഹാകുമുത് തകാസുർ വൽ അസ്ർ ഖുൽ യാ അയ്യുൽ കാഫിറൂന ഖുൽ ഹുവല്ലാഹു അഹദ്. അത് 4 റക്അത്താണ്. ഈ 2 റക്അത്തിന്റെ സലാം വെട്ടിക്കൊണ്ടാണ് നാം അത് കൊണ്ടുവരുന്നത് എന്നും നമുക്ക് മനസ്സിലായി. ഇത് റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാലൽ ഹാഫിദുൽ മുൻദിരി എന്നവർ പറയുന്നു അൽ ഹദീസു ഹസനുൻ സഹീഹുൻ. ഇത് ഹസനാണ്, സഹീഹാണ്. സഹീഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിനഖ്ലി അദ്ൽ താമുൽ ലബ്ത് മുത്തസിൽ ഗൈറ മുഅല്ലൽ വലാ ഷാദിൻ. പക്ഷേ വഖദ് സഹഹ ഹാദൽ ഹദീസ ഹസനു ഇബ്നു മന്ദ എന്ന് പറയുന്നവരും ഇതിനെ സഹീഹാക്കിയിട്ടുണ്ട്. മാത്രമല്ല വഅല്ലഫ ഫീഹി കിതാബ, ഇതിൽ ഒരു കിതാബ് തന്നെ അവർ ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് അവർ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുമുണ്ട്. വൽ ഖതീബ് വഅബു മൂസൽ മദീനി വന്നബവി ഫി തഹദീബി വസുബ്കി. അതായത് ഇവരൊക്കെയും ഇതിനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. വഹാശിയത്തു ആസാരി സുനനി ലിന്നയുമീവി, അവരുടെ കിതാബിലും കാണാൻ സാധിക്കും. ഇതിനെ സഹീഹാക്കി പറഞ്ഞവരാണ് ഷെയ്ഖുന അബു മുഹമ്മദ് അൽ മഖ്ദിസി എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ ഷെയ്ഖുന അബു മുഹമ്മദ് അബ്ദുറഹീം അൽ മിസ്രി റഹ്മഹുല്ലാഹു തആല ഇവരൊക്കെയും ഇതിനെ എടുത്ത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹാക്കിം എന്നവര് ഈ ഹദീസിന്റെ റിവായത്തിന്റെ സിഹ്ഹത്തിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമ ഇബ്നു അംറു ഹാദിഹി സ്വലാഹ് എന്ന് അവിടെ കാണാൻ സാധിക്കും. മുൻദിരി എന്നവര് കിതാബ് തർഗീബ് വ തർഹീബിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കിതാബുകളിലൊക്കെയും ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് രേഖകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ തസ്ബീഹിനെ മനസ്സിലാക്കി നാം ആ തസ്ബീഹ് നിസ്കാരത്തെ ചെറിയ തോതിൽ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല ഇത് റജബ് മാസമാണ്, അടുത്ത ഷഅബാൻ, അടുത്ത റമദാനാണ്. അപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ അതൊന്ന് എടുത്തു ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ റമദാനിൽ കിട്ടുന്ന എല്ലാ ടൈമും നമുക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാം. നമ്മളെ നാളത്തെ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഒന്നും എഴുതി വെക്കാനോ പറയാനോ കഴിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സദുദ്യമങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ മരണം അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. അല്ലാഹു മൻജിന വൻജ അഹാലിന മിൻ കൈദി ശൈത്വാനി ഇൻദ സകറാത്തിൽ മൗത്ത് യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അലം.